ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ വ്യോമയാന അതിർത്തികൾ അടച്ചതോടെ നാട്ടിലേക്കും തിരികെയുമുള്ള യാത്ര മുടങ്ങി ലക്ഷക്കണക്കിന് പ്രവാസികൾ ദുരിതത്തിലായി. ഒമാൻ ഒഴികെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം രാജ്യാന്തര വിമാന സർവീസുകൾ ഏറെക്കുറെ നിശ്ചലമാണ്. എന്നാൽ ഒമാനി വിമാന കമ്പനികൾ ചില പ്രാദേശിക സെക്ടറുകളിൽ ഒഴികെ മറ്റു സർവീസുകളെല്ലാം ഷെഡ്യൂൾ പ്രകാരം നടത്തിവരുന്നുണ്ട്. GCCയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏക ആശ്വാസമായിരുന്ന ഒമാനിൽ നിന്നും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്നതും പ്രവാസികൾക്ക് ഇരുട്ടടിയാകുന്നു. ഇന്നലെ വരെ ഒമാൻ എയറും സലാം എയറും മാത്രമാണ് മസ്കറ്റിൽ നിന്നും കേരള സെക്ടറിൽ സർവീസ് നടത്തിയിരുന്നത്. ഇന്നു മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ തിരിച്ചെത്തും. ഒമാൻ എയർ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം സെക്ടറുകളിൽ ഇന്നലെ നിരക്ക് 500 റിയാലിന് മുകളിലായിരുന്നു. ഇന്നലെ രാത്രിയോടെ വെബ്സൈറ്റിൽ നിരക്ക് കുറഞ്ഞ് 400 റിയാലിൽ താഴെയായി. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് സലാം എയർ ഈടാക്കിയത് 500 റിയാലാണ്. ഇപ്പോഴും ഇതേ നിരക്ക് തുടരുകയാണ്. എന്നാൽ കോഴിക്കോട് നിന്നും അടുത്ത ദിവസങ്ങളിൽ 24 റിയാൽ നൽകിയാൽ സലാം എയറിൽ മസ്കറ്റിലെത്താം. ഇതിനിടെ ഇന്നലെ വൈകിട്ടോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഒമാൻ സെക്ടറിൽ സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചതും ആശ്വാസമാണ്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് അടുത്ത ദിവസങ്ങളിൽ 67 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂരിൽ നിന്നും കൊച്ചി, കണ്ണൂർ സെക്ടറുകളിലും സമാന നിരക്കുകളിൽ ടിക്കറ്റ് ലഭിക്കും. തിരുവനന്തപുരത്തേക്ക് 37 റിയാൽ വരെ ടിക്കറ്റുണ്ട്. അതേസമയം UAE, സൗദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം റോഡ് മാർഗം മസ്കറ്റിലെത്തി നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതുമൂലം അടുത്ത ദിവസങ്ങളിൽ നിരക്ക് കുത്തനെ ഉയരാനും സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസികൾ. കേരളത്തിൽ നിന്നും മസ്കറ്റിലെത്തി ഇവിടെ നിന്നും മറ്റ് GCC രാഷ്ട്രങ്ങളിലേക്ക് കരമാർഗം യാത്ര ചെയ്യുന്നവരും വർദ്ധിക്കും. ഒമാൻ വിസ, UAEയിൽ നിന്നുള്ള യാത്ര ഉൾപ്പെടെ പാക്കേജുകളുമായി ട്രാവൽ ഏജൻസികളും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിൽ നിന്നുള്ള സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും. കൊച്ചി, കോഴിക്കോട്, മാംഗ്ലൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി, ഡൽഹി സെക്ടറുകളിലേക്കാണ് ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ എയർലൈനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് പരിശോധിക്കാം. തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് യാത്രക്കാർ അവരുടെ കോൺടാക്റ്റ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ടിക്കറ്റ് മാറ്റത്തിനും റദ്ദാക്കൽ ഫീസ് ഇളവുകൾക്കും യാത്രക്കാർക്ക് അവരുടെ ബുക്കിംഗുകൾ പ്രത്യേക വിലാസത്തിൽ മെയിൽ കൈകാര്യം ചെയ്യാം. വെബ്സൈറ്റിൽ ലഭ്യമായ 24x7 ഡിജിറ്റൽ അസിസ്റ്റന്റ് ടീമുമായും പ്രത്യേക നമ്പറിൽ വാട്സാപ്പിലും ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച നടപടി തുടരും. തടസ്സങ്ങൾ കാരണം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അവരുടെ സഹകരണത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നും എയർ ഇന്ത്യ വക്താവ് പറയുകയുണ്ടായി. മസ്കറ്റ് ഗവർണറേറ്റ് തീരത്ത് 52 നോട്ടിക്കൽ മൈൽ അകലെ ഒരു എണ്ണ ടാങ്കറിനെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ ഒരാളുടെ മരണം പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആളില്ലാത്ത ഒരു ബോട്ട് ഇടിച്ചു കയറ്റിയാണ് ആക്രമണം ഉണ്ടായത്. MKD VYOM എന്ന എണ്ണ ടാങ്കർ ആക്രമിക്കപ്പെട്ടതായാണ് മാരിടൈം സെക്യൂരിറ്റി സെന്റർ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിന്റെ ഫലമായി എഞ്ചിൻ റൂമിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായി. ഒരു ക്രൂ അംഗം മരിച്ചുവെന്നും ശേഷിക്കുന്ന 21 അംഗങ്ങളെ ഒഴിപ്പിച്ചതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഒമാനിലെ റോയൽ നേവി കപ്പൽ ടാങ്കറിന്റെ സ്ഥിതി നിരീക്ഷിക്കുകയും അതേ സമുദ്ര മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു എന്നും MOD വ്യക്തമാക്കി. മേഖലയിൽ തുടരുന്ന സംഘർഷത്തിനിടെ ഞായറാഴ്ച ഒമാനെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തിൽ ഒമാനും അറബ് സൗഹൃദ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ആക്രമണത്തെ ഒമാൻ സുൽത്താനേറ്റ് ശക്തമായി അപലപിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും പ്രതികരിച്ച ഒമാൻ രാജ്യത്തിന്റെ സുരക്ഷയും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷിതത്വവും ഉറപ്പാക്കൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കി. അതേസമയം ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണ് എന്നത് സംബന്ധിച്ച് ഒമാൻ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഞായറാഴ്ച രാവിലെ ഒമാന്റെ തെക്കൻ തീരത്ത് ദുഃഖം തുറമുഖത്താണ് ആദ്യ ആക്രമണം നടന്നത്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഒമാന് വടക്ക് ഹോർമുസ് കടലിടുക്കിന് സമീപം ഖസബിൽ എണ്ണക്കപ്പലിന് നേരെയായിരുന്നു രണ്ടാമത്തെ ആക്രമണം.
ആക്രമണത്തിനിരയായ പലാവുവിന്റെ സ്കൈലറ്റ് എന്ന എണ്ണക്കപ്പലിൽ 15 ഇന്ത്യക്കാരും 5 ഇറാനികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആവശ്യമായ ചികിത്സയ്ക്ക് ലഭ്യമാക്കിയതായും റിപ്പോർട്ടുണ്ട്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബന്ധപ്പെട്ട ഏജൻസികളുമായി സഹകരിച്ച് സാഹചര്യം വിലയിരുത്തുന്നതും തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതും തുടരുകയാണെന്നും അന്വേഷണ പുരോഗതിക്കനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു. കടൽമാർഗ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച ഒമാൻ, പ്രദേശത്ത് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ജാഗ്രത പുലർത്തുകയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. ശനിയാഴ്ച ഇറാനെതിരെയുള്ള ഇസ്രായേൽ-US ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ സഞ്ചാരം ഇറാൻ വിലക്കിയിരുന്നു. ഒമാനിലെ ദുഃഖം വാണിജ്യ തുറമുഖത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തെ ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. സംഘർഷങ്ങൾ തടയാൻ ഒമാൻ നിർവഹിച്ചു വരുന്ന സജീവമായ മധ്യസ്ഥ പങ്കിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങളെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും പ്രസ്താവനയിൽ ഖത്തർ പറഞ്ഞു. പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി സംവാദവും നയതന്ത്ര മാർഗങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഖത്തർ ആവർത്തിച്ചു. ഒമാന് നേരെയുണ്ടായ ആക്രമണത്തെ സൗദി അറേബ്യയും ശക്തമായ ഭാഷയിൽ അപലപിച്ചു. സൗദി സഹോദര രാജ്യമായ ഒമാന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാൻ സ്വീകരിക്കുന്ന എല്ലാ സുരക്ഷാ നടപടികൾക്കും സൗദിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ഒമാനെ സഹായിക്കുന്നതിനായി രാജ്യം തങ്ങളുടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഞായറാഴ്ച സൗദി പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാനെതിരെയുള്ള ആക്രമണത്തെ കുവൈറ്റും ശക്തമായി അപലപിച്ചു. UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണിതെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാന്റെ പരമാധികാരവും സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ നടപടികളും കുവൈറ്റ് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുസന്തം ഗവർണറേറ്റിന് സമീപ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ടൂറിസ്റ്റ് ബോട്ട് ഉടമകൾക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. പ്രദേശത്ത് അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങളും അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഭീഷണികളും പരിഗണിച്ചാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ബന്ധപ്പെട്ട എല്ലാവരും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശം പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. പേർഷ്യൻ കടലിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപത്താണ് മുസന്തം ഗവർണറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇറാനുമായാണ് ഒമാൻ കടൽ അതിർത്തി പങ്കിടുന്നത്. ഞായറാഴ്ച മുസന്തത്തിലെ ഖസബിൽ നിന്നും ഏകദേശം 5 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പലാവു എന്ന ദ്വീപ് രാഷ്ട്രത്തിന്റെ സ്കൈലറ്റ് എന്ന എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. 15 ഇന്ത്യക്കാരും 5 ഇറാനികളും ഉൾപ്പെടെ 20 ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. നിലവിലെ പ്രാദേശിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസന്തം ഗവർണറേറ്റിലെ എല്ലാ സ്കൂളുകളും ഈ ആഴ്ച അവസാനം വരെ ഓൺലൈൻ ക്ലാസുകളായി പ്രവർത്തിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ക്രമീകരണം. സാഹചര്യങ്ങൾ തുടർച്ചയായി വിലയിരുത്തുകയും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സാഹചര്യം വിലയിരുത്തി തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.